സെക്രട്ടറി ഇല്ലാതെ എങ്ങനെയാ അയൽക്കൂട്ടത്തിലെ മീറ്റിംഗ് നടക്കുക? ഇവിടെ വെച്ചായതുകൊണ്ട് ശ്രീലക്ഷ്മി രുക്മിണി വരാതിരിക്കോ? ഓടിക്കളിച്ച് വളർന്ന വീടല്ലേ. ഈ വീടിനോട് നമ്മുടെ സെക്രട്ടറിക്ക് വലിയ പുച്ഛമായിരിക്കും, അറപ്പ്. അല്ല, നല്ല ഒന്നാം തരം അമ്മായി അമ്മയല്ലേ ശ്രീലക്ഷ്മിക്ക് രുക്മിണി തങ്കച്ചി. പിന്നെന്തിനാ അമ്മയും കൂടെ പറപ്പും? ഇങ്ങനെ നന്ദി സ്നേഹവും ഇല്ലാത്ത മക്കള് ഗൾഫിൽ തന്നെ ജീവിച്ചാ മതിയായിരുന്നു. നമ്മൾ ഇവിടെ അയൽക്കൂട്ടത്തിന്റെ മീറ്റിംഗിനാ വന്നേ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള വേദിയല്ല ഇത്. പ്രസിഡന്റ്, ഇത്തരം കുറ്റം പറച്ചിലുകളൊന്നും മീറ്റിംഗിൽ പറ്റില്ലെന്ന് എല്ലാവരോടും പറയണം. കുറ്റം പറഞ്ഞത് മറ്റാരുമല്ലല്ലോ, പ്രിയയുടെ അമ്മായിമ്മ തന്നെയല്ലേ. അവരോട് അടങ്ങിയിരിക്കാൻ നിങ്ങൾ തന്നെ പറയണം. ഇവരൊരു വായ പോയ കോടാലിയാ. ഗൾഫിൽ പോയി തിരിച്ചു വന്ന ശേഷം തലയിലെ ചില ആണികൾ കൂടി പോയിരിക്കുക. ആരും അവരെ മൈൻഡ് ചെയ്യാതിരുന്നാ മതി. ആണി പോയത് നിന്റെ പ്രസിഡന്റ്, മെമ്പറുടെ മരുമോളല്ല, ഇനി ആര് കളിയാക്കിയാലും ആക്ഷൻ എടുക്കണം. എല്ലാ വീട്ടിലെ അമ്മായിയമ്മയും മരുമോളും ഇങ്ങനെയൊക്കെ തന്നെയാ അമ്മണിയമ്മ. അയ്യോ, പക്ഷേ ഞാനൊരു മാതൃക അമ്മായിയമ്മയാ. ആ, അത് ശരിയാ. അതുകൊണ്ടാണല്ലോ മരുമോളുടെ വീട്ടിൽ വന്ന് അവരുടെ ചെലവ് ജീവിക്കുന്നത്. മരുമോളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് എന്റെ മോനൂടെ ഉള്ളത് കൊണ്ടാ. ഓ, അല്ല, ഇത് അയൽക്കൂട്ട കമ്മിറ്റിയോ അതോ പരിദൂഷണ കമ്മിറ്റിയോ? ഞാൻ വാക്കൌട്ട് നടത്തും. ആ, ദേ സെക്രട്ടറി വന്നല്ലോ. കാണ്, ഇതൊക്കെയാണ് അമ്മായിയമ്മയും മരുമോളും. വരുന്ന വരവ് കണ്ട ചക്കരയും അടയും പോലെ. ഒന്നുകിൽ അമ്മായിയമ്മ മരുമോക്ക് പാഷാണം കൊടുക്കും, അല്ലെങ്കിൽ മരുമോള് അമ്മായിയമ്മയെ ഉറക്കക്കുടി കൊടുത്ത് കൊല്ലും. രണ്ടായാലും ഇത് അധിക നാള് നിൽക്കില്ല. ആ, ഞങ്ങള് സെക്രട്ടറി അമ്മയും വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇരിക്ക്. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഞാൻ അറബിലൊരു പ്രാർത്ഥന പാടിയാലോ? വേണ്ട വേണ്ട, നിങ്ങളുടെ പാട്ടും കൂത്തും ഒന്നും വേണ്ട. മൗനമായിട്ടങ്ങ് പ്രാർത്ഥിച്ചാ മതി. ഓ, യാ റസൂലുള്ളാഹ്.